2019 രണ്ട് സൂര്യ ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്, കാപ്പാൻ, NGK. അതിൽ കാപ്പാൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പറയാൻ പോകുന്നത് NGK കുറിച്ചാണ്. തമിഴിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സംവിധായകന്റെ പടമായതുകൊണ്ട്, ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള പടമായതുകൊണ്ട് ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ആൻഡ് ബിഫോർ ദാറ്റ്, ഇന്നു മുതൽ ഈ ചാനലിൽ നല്ല പടം മോശം പടം എന്നൊരു കമന്റ് വരില്ല, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് മോശം പെർഫോമൻസ് എന്നൊരു കമന്റ് ഉണ്ടാവില്ല. മറിച്ച് എനിക്ക് വർക്കൗട്ട് ആയ പടം, എനിക്ക് വർക്കൗട്ട് ആവാതെ പോയ പടം, എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ്, എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ പെർഫോമൻസ്, അത്രേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതെനിക്ക് വർക്കൗട്ട് ആവാതെ പോയൊരു പടമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പടം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ, എന്നിട്ട് ഇതിലെ നായകൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് രണ്ടാമതൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില സിനിമകളിൽ ചില സൈഡ് ക്യാരക്ടേഴ്സിനെ കാണാറില്ലേ? തുടക്കത്തിലൊക്കെ അവർ ഇറലവന്റ് ആയി നമുക്ക് തോന്നും. പക്ഷെ പോകെ പോകെ നമുക്ക് മനസ്സിലാവും അവരുടെ ക്യാരക്ടറിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അങ്ങനെ പടം മുന്നോട്ട് പോയി ഒടുക്കാൻ ക്ലൈമാക്സ് എത്തുമ്പോൾ ഒന്നെങ്കിൽ ഇയാളാവും മെയിൻ വില്ലൻ, അല്ലെങ്കിൽ മെയിൻ വില്ലനോളം പോകുന്ന മറ്റൊരു സൈഡ് ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ചില കഥാപാത്രങ്ങളെ നമ്മൾ ചില സിനിമകളിൽ കാണാറില്ലേ? കറക്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ, നമ്മുടെ കമ്മട്ടിപ്പാടം ചിത്രത്തിലെ അന്തരിച്ച നടൻ അനിൽ നെടുമങ്ങാട് അവതരിപ്പിച്ച കഥാപാത്രം. സിനിമയുടെ തുടക്കത്തിൽ ഞാൻ കരുതി അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റോളായിരിക്കുമെന്ന്. പക്ഷെ പോകെ റോളിന്റെ കനം കൂടി. അതേപോലെ നമ്മുടെ പഴയ ഇന്ദ്രജാലം സിനിമയിലെ ആ കമ്മീഷണറുടെ വേഷം ഓർക്കുന്നുണ്ടോ? തുടക്കത്തിൽ ഒരു വശത്തുകൂടെ തുടങ്ങി അയാളായിരുന്നു ഒടുക്കം പടത്തിലെ മെയിൻ വില്ലൻ. അപ്പൊ ഇതുപോലുള്ള കഥാപാത്രങ്ങളെ നമ്മൾ പല സിനിമകളിലായി പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സിനിമകളിലൊക്കെയും വേറൊരു മെയിൻ ഹീറോ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ NGKയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മേൽ പറഞ്ഞൊരു ശൈലിയിലാണ് അവർ മെയിൻ ഹീറോയുടെ കഥാപാത്രം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പടം കണ്ടവർക്ക്, ഇതിന്റെ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് അറിയാവുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം കണക്ട് ആവുമെന്ന് കരുതുന്നു. അപ്പൊ മറ്റേതോ നായകനുള്ള ഒരു സിനിമയിൽ ഒരു സൈഡ് റോൾ ക്യാരക്ടർ ടേൺ വില്ലൻ ആവുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇവരിതിൽ ഹീറോയ്ക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ എവിടെയും ഈ കഥാപാത്രവുമായി എനിക്ക് കണക്ട് ആവാനും സാധിച്ചിരുന്നില്ല. അപ്പൊ നായകൻ എന്നുള്ള സങ്കല്പം പോട്ടെ, മറിച്ച് ഒരു സിദ്ധാർത്ഥ് അഭിമന്യു ഒക്കെ പോലെ ഒരു പരിപൂർണ്ണ വില്ലനായി, ആന്റി ഹീറോ ആയി ഈ കഥാപാത്രത്തെ കാണാൻ സാധിക്കുമോ? എനിക്ക് ആ ഒരു എഫക്റ്റും കിട്ടിയിരുന്നില്ല. അപ്പൊ ഈ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കഥാപാത്രം ഇഷ്ടമായത് അല്ലെങ്കിൽ കണക്ട് ആയത് എന്നും കമന്റ് ചെയ്യുക. പിന്നെ ഈ പടത്തിൽ നമ്മുടെ സിഡ് ശ്രീറാം പാടിയ ഒരു കിടിലം പാട്ടുണ്ടായിരുന്നു. പക്ഷെ നായകന്റെ മാനസിക സംഘർഷങ്ങൾ കാണിക്കാൻ വേണ്ടി ആയിരിക്കണം പാട്ടിന്റെ ചില ഇടങ്ങളിൽ അവർ കൈവിട്ട കൊറിയോഗ്രാഫിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്.